അങ്ങനെ വി ഡി സതീശൻ മുഖ്യന്റെ വാർത്താ സമ്മേളനം വന്നു. വ്യക്തമായി ഓരോ ചോദ്യത്തിനും മറുപടി. ഉത്തരം ഇല്ലെങ്കിൽ നേരെ കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്ന മറു ചോദ്യം. എന്നാൽ പിന്നെ നമ്മുടെ മംഗളം TV ഓപ്പൺ ടോക്കിലൂടെ നമുക്കും ചോദിക്കാം, കഴിഞ്ഞ വർഷത്തെ മുഖ്യനാണോ അതോ നമ്മുടെ ചിരിക്കുന്ന ഈ വർഷത്തെ മുഖ്യനാണോ മുഖ്യൻ? ഓരോ മഴക്കാലം വരുമ്പോഴും ഓണം വരുമ്പോഴും 2018 ഓർക്കാത്തവരായിട്ട് ആരും കാണില്ല. അതെ, 3 ദിവസമായി മഴ പെയ്യുകയാണ്. ഈ മഴയും നമ്മൾ ഓർക്കുന്നത് 2018 തന്നെയാണ്. കേരളം ഇന്നും മറക്കാത്ത ആ പ്രളയകാലം. അന്നും ഇന്നും നമ്മൾ താരതമ്യം നടത്തുകയാണെങ്കിൽ ചിലതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2018 കേരളം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിവസത്തിൽ 2 തവണ മാധ്യമങ്ങളെ കണ്ടു. ലൈവ് ടെലികാസ്റ്റ്, ലൈവ് സ്ട്രീം, വൈദ്യുതി പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ജനത്തിന് വിവരം കിട്ടണം എന്ന നിർബന്ധ ബുദ്ധി. ഒരു നാടകീയതയും ഇല്ലാതെ ശാന്തമായി കൃത്യമായി കണക്കുകൾ നിരത്തി ജനത്തിന്റെ മനസ്സിലെ ഭയം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു നേതൃത്വം. മന്ത്രിമാർ എവിടെയായിരുന്നെന്ന് അറിയുമോ? തോമസ് ഐസക് ആലപ്പുഴയിലെ വെള്ളത്തിലിറങ്ങി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. ഒരു കുഞ്ഞിനെ ബോട്ടിൽ എടുത്തുകൊണ്ടുള്ള ആ ചിത്രം ഇന്നും കേരളം മറന്നിട്ടില്ല. കളക്ടർമാര് അരിച്ചാക്ക് ചുമലിൽ ചുമന്ന് ദുരിതാശ്വാസ ട്രക്കിൽ നിന്നിറക്കി. ഇത് വെറും ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ല, നാടിനൊപ്പം നിന്ന ഭരണകൂടമായിരുന്നു അത്. സിനിമാ താരങ്ങളും കയ്യും മെയ്യും മറന്നിറങ്ങി. ഇനി ഇന്നത്തെ അവസ്ഥയിലേക്കൊന്ന് നോക്കിയാലോ? സംസ്ഥാനം മഴയിൽ മുങ്ങി നിൽക്കുകയാണ്. ഇതുവരെ 15 മരണം. എന്നിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ എവിടെയായിരുന്നു? സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക്, പൊന്നാനിയിൽ ഒരു സ്വകാര്യ വിരുന്നിന് പങ്കെടുക്കാൻ പോയതാണ്. വെള്ളിയാഴ്ച തുടങ്ങിയ മഴയ്ക്ക് ഇന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ്, തിങ്കളാഴ്ച മാത്രമാണ് ആദ്യമായി മാധ്യമങ്ങളെ ഒന്ന് കാണാൻ തോന്നിയത്. 2018 ദിവസത്തിൽ 2 തവണ ജനങ്ങളോട് സംസാരിച്ച ഒരു നേതൃത്വത്തിന് പകരം ഇന്ന് 3 ദിവസം കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. വിമർശനം വന്നപ്പോൾ പ്രതികരണം എന്തായിരുന്നെന്നറിയോ? കുത്തിത്തിരിപ്പുണ്ടാക്കരുത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ത് ഔചിത്യക്കുറവാണുള്ളത്? എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? പിന്നെ ഹീനമായിട്ടുള്ളൊരു വാദമാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വി ഡി സതീശൻ അതങ്ങോട്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. 2018 പിണറായി വിജയൻ ഒരിക്കലും ഇങ്ങനെ വിമർശനങ്ങൾ കേട്ടിരുന്നില്ല. കാരണം അദ്ദേഹം ഫുൾ സജീവമായിരുന്നു. ജനത്തിന്റെ കൂടെ നിന്നപ്പോൾ ചോദ്യങ്ങൾ ഉയരേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തില് മഴയിൽ കേരളം വിറങ്ങലിച്ചപ്പോൾ സൽക്കാരം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാൻ പോയോ എന്ന ചോദ്യത്തിന് വി ഡി സതീശന്റെ മറുപടി എന്തായിരുന്നു? ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോഴാണോ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല. മുൻ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? പിണറായി വിജയൻ ഇവിടെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഉണ്ടായത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ആയിരുന്നോ സഖാക്കളെ? നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കാവുമ്പോൾ നന്നായിട്ട് ഇതിന് മറുപടി പറയാനായിട്ട് അറിയാലോ. ഹെലികോപ്റ്റർ വിഷയത്തിലും ഒരു താരതമ്യം നടത്താം. 2018 30-ലധികം സൈനിക ഹെലികോപ്റ്ററുകൾ പറന്നത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടായിരുന്നു, ജനങ്ങളെ രക്ഷിക്കാൻ. ഇന്നോ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ബന്ധുവിനെ കാണാൻ ഉപയോഗിച്ചു എന്ന ആരോപണമാണുള്ളത്. 80 ലക്ഷം എന്തായാലും അടയ്ക്കണം എന്ന ഒരു ന്യായീകരണം കൊണ്ട് ഈ വ്യത്യാസം മറയ്ക്കാൻ കഴിയുമോ? മുഖ്യൻ പറഞ്ഞ കാര്യങ്ങളാ, ഒന്നുകൂടി കേട്ടു നോക്കിക്കോ. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഞാൻ 1 രൂപ പോലും നഷ്ടമാക്കിയിട്ടില്ല. പിണറായി വിജയൻ നടത്തിയ യാത്രകൾക്ക് വേണ്ടി വന്ന ചെലവ് ഇതിലും കൂടുതലാണ്. താൻ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് യാത്ര ചെയ്തത്. ഇതുവഴി 1 രൂപ പോലും അധിക നഷ്ടം സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് പ്രതിമാസം എന്തായാലും 80 ലക്ഷം രൂപ എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ യാത്ര ചെയ്താലും ഇല്ലെങ്കിലും ഈ തുക നൽകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് വന്നാൽ എന്താ കുഴപ്പം? അല്ലപ്പാ, എന്താപ്പാ കുഴപ്പം? മാധ്യമപ്രവർത്തകർക്കാണ് ഈ കുഴപ്പം. ഇങ്ങനെ 1, 2 ഒക്കെ ചോദിച്ചിട്ട് ചുമ്മാ വി ഡി സതീശനെ ഇങ്ങനെ അങ്ങ് കഷ്ടപ്പെടുത്തുകയാണെന്നേ. പിന്നെ ഒരു കാര്യം ശരിയാണ് കേട്ടോ, 2018 പ്രതിപക്ഷം പോലും വിമർശനം മാറ്റിവെച്ച് സർക്കാരിനൊപ്പം നിന്നു. ഇത് വിമർശിക്കാനുള്ള ഒരു സമയമല്ല, ഒരുമിച്ച് കേരളത്തെ സഹായിക്കാനുള്ള സമയമാണ് എന്നായിരുന്നു അന്നത്തെ പൊതുബോധം. കാരണം നേതൃത്വത്തില് ജനങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നോ? ജനം ഇന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്?
നേതൃത്വം എന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ എവിടെ നിൽക്കുന്നു എന്നതാണ്. ജനത്തിന്റെ കൂടെയാണോ അതോ ജനത്തിൽ നിന്ന് അകലെയാണോ? ഹെലികോപ്റ്ററിൽ കയറി സ്വകാര്യ യാത്ര നടത്താനുള്ള ഒരു സൗകര്യമുള്ളവർക്ക് അതേ വേഗതയിൽ ദുരിതബാധിതരുടെ അടുത്തേക്കൊന്ന് ഓടിയെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇനി നിങ്ങൾ പറയുക, 2018 നേതൃത്വമാണോ അതോ ഈ 2026 നമുക്കിപ്പോ 3 ദിവസം നല്ല മഴ കിട്ടി, ശരിയാണ്, പക്ഷേ 15 പേരുടെ ജീവൻ പോയി. ആരാണ് യഥാർത്ഥ നേതൃത്വം കാണിച്ചത്? നിങ്ങൾ കമന്റിൽ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.